പ്രശാന്തേട്ടായി കഴിഞ്ഞ കുറച്ച് നാളുകളായി, കുറച്ച് ദിവസമായതേ ഉള്ളൂ, ഒരു ന്യൂസിലൻഡ് പാർലമെൻറ്റിൽ ഒരു MP ബില്ല് കീറി എറിയുന്ന ഒരു ദൃശ്യം. പക്ഷേ ഇവിടെയൊക്കെ നമ്മുടെ ആളുകൾ ബില്ലൊക്കെ കീറി എറിയാറുണ്ട്, മേശപ്പുറത്ത് കയറി നിൽക്കാറുണ്ട്. പക്ഷേ അത് ഇതുപോലൊന്നുമല്ല. ന്യൂസിലാൻഡിൽ 22-കാരിയായ വനിതാ MP അവർ വൈറലായ ഒരു പ്രതിഷേധം കണ്ടിട്ട് അതെ കാണാം. അപ്പോൾ അത് ലോകമെമ്പാടും ശ്രദ്ധ നേടി. ഈ 1800-കളിലാണ് അവിടെ ന്യൂസിലാൻഡിലേക്ക് ഈ വിദേശികളായിട്ടുള്ള, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നുമൊക്കെയുള്ള ആളുകൾ വന്നിട്ട് അവിടുത്തെ തദ്ദേശീയരെ, നമ്മുടെ രാജ്യത്ത് വന്നതുപോലെ തന്നെ തദ്ദേശീയരെ അടക്കി ഭരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അവിടുത്തെ ആദിവാസികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. 1840-ലാണ് ആ ഉടമ്പടി ഒപ്പുവെച്ചത്. അപ്പോൾ അത് റദ്ദാക്കുന്നു എന്നുള്ള പുതിയ പാർലമെൻറ്റ് നിയമം പാസ്സാക്കുന്നു. ആ ഘട്ടത്തിലാണ് ഈ ഹന എന്ന് പറയുന്ന 22-കാരി ഈ ബില്ല് കീറി എറിഞ്ഞുകൊണ്ട് ഹക്ക ഡാൻസ് എന്ന് പറയുന്ന അവരുടെ പരമ്പരാഗതമായ മവോരി ഗോത്രത്തിൻ്റെ ഡാൻസുമായിട്ട് വന്നത്. അപ്പോൾ അവരുടെ അവകാശത്തിന് വേണ്ടി, മവോരി ഗോത്രത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കണം, അത് ഹനിക്കുന്ന ബില്ലിനെതിരെയാണ് പ്രതിഷേധം. അതിനകത്ത് നമ്മൾ കണ്ടത് ആ 22-കാരി നൃത്തം ചെയ്തുകൊണ്ട് ബില്ല് കീറി എറിയുന്നു. അതിനൊപ്പം അവിടെയുള്ള പാർലമെൻറ്റ് അംഗങ്ങളൊപ്പം ചേരുന്നു എന്നുള്ളതാണ്. ഇവിടെ സാധാരണ നേരെ തിരിച്ചാണ്. അങ്ങനെ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായാൽ ആ പാർലമെൻറ്റ് അംഗത്തിനെ പഞ്ഞിക്കിടുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ എല്ലാവരും ഈ ആദിമ സമൂഹത്തിന് അനുകൂലമായൊരു നിലപാട്, പക്ഷേ അവരെ പിന്നീട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പാർലമെൻറ്റിൽ നിന്ന്. അങ്ങനെ ഒരു വാർത്തയും വന്നിട്ടുണ്ട്. ഇത് മവോറികളെന്ന് പറയും. ന്യൂസിലൻഡിലെ ഏറ്റവും ആദ്യത്തെ കുടിയേറ്റക്കാർ അവരായിരുന്നു. മവോറികളുടെ ഭാഗമായിരുന്നു. അത് ന്യൂസിലൻഡ് എന്ന് പോലും അല്ല, എൻ്റെ പേരായിരുന്നു. മവോറികളുടെ ഭാഗമായിരുന്നു. കാരണം 13-ാം നൂറ്റാണ്ടിൽ അവരാണ് അവിടെ കുടിയേറി. അവർ വസിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് കയറിയതുപോലെ ബ്രിട്ടീഷുകാർ കച്ചവടവുമായിട്ട് അവിടെ കയറി ആ രാജ്യം കൈയടക്കി പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പം ആ രാജ്യം അവരുടെ ഭരണത്തിൻ്റെ കീഴിലേക്ക് വരുന്ന സമയത്ത് അന്നൊരു കരാർ ഉണ്ടാക്കിയിരുന്നു. 1840 വൈതാങ്കി ഉടമ്പടി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇവരുടെ സംസ്കാരവും ഇവരുടെ ഭൂമി ഇവരുടെ സ്വാതന്ത്ര്യങ്ങൾക്കൊന്നും കൈകടത്താൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഹനിക്കാൻ പറ്റാത്ത രീതിയിൽ, അവരുടെ ഭൂമികൾ കൈയേറാൻ പറ്റാത്ത രീതിയിൽ, അത് ഹനിക്കാത്ത രീതിയിൽ ഒരു ഉടമ്പടി വെച്ചിട്ടാണ് ഈ പറഞ്ഞതുപോലെ അവർ ഭരിച്ചോട്ട്, അല്ലെങ്കിൽ അവരുടെ കയ്യിലായി പോകുന്നത്. കാരണം ലോകം മൊത്തവും ഈ ബ്രിട്ടീഷുകാരുടെ കോളനിയല്ല കയ്യേറ്റം നടത്തിയ ആദിവാസികളായിരുന്നു. അവർക്ക് അവരുടേതായ നൃത്ത സംവിധാനം, അതിനകത്ത് ഉള്ളൊരു ഹക്ക നൃത്തം അല്ലേ, ഹക്ക നൃത്തമാണ്. കാരണം ഈ പെൺകുട്ടി 22 വയസ്സുള്ള, ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഹന രോഹിതി മൈപ്പി ക്ലാർക്കെ, മനസ്സിലായില്ലേ? ഹന രോഹിതി മൈപ്പി ക്ലാർക്കെ എന്നാ പേര്. 22 വയസ്സേ ഉള്ളൂ. ഇവരുടെ ഈ ഗോത്രവിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് പാർലമെൻറ്റ് വന്നത്. ഇപ്പോൾ ജോൺ പറഞ്ഞതുപോലെ എല്ലാ പാർലമെൻറ്റ് അംഗങ്ങളും പങ്കെടുത്തിട്ടില്ല. അവരുടെ വിഭാഗത്തിലുള്ള ആൾക്കാരാണ് അതിൻ്റെ കൂടെ നൃത്തച്ചുവടുകൾ. കാരണം അവർ ഏതാണ്ട് 17 മുതൽ 18% വരെ അവിടെ ഉണ്ട്. UK-യിലുണ്ട്, ആസ്ട്രേലിയയിലുണ്ട്, US-ലുണ്ട് ഈ ഗോത്രവിഭാഗം, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 55 ലക്ഷം പേരാണ് അവിടെ ഉള്ളത് ന്യൂസിലൻഡിൽ ഇപ്പോഴത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു 17-18% എന്ന് പറഞ്ഞാൽ അതത്ര മോശം ശതമാനമൊന്നുമല്ല. ഇപ്പം അവരുടെ രാജ്യമാണ്, അവരുടെ അവകാശങ്ങൾ എന്നുള്ള രീതിയിൽ പണ്ട് ഇവരെ അടിച്ചൊതുക്കി മറ്റവരുടെ ഭരണത്തിന് കീഴിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നെങ്കിലും ഇപ്പം അത് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനുള്ള ഒരു ആർജവും അതിനുള്ള കപ്പാസിറ്റിയും അതേ രീതിയിൽ സംഘടിച്ചും പോകുന്ന ഒരവസ്ഥയിലേക്കാണ് അവിടുത്തെ കാര്യങ്ങൾ. കാരണം ഇപ്പം ലോകത്തെമ്പാടും അറിയാമല്ലോ, ഈ യൂറോപ്യൻസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ് കയ്യേറിയിടത്തൊക്കെ ആ പ്രദേശവാസികൾ ഇപ്പോൾ അവർക്കെതിരെ തിരിയുന്ന ഒരവസ്ഥയുണ്ട്. ഈ ന്യൂസിലൻഡ് എന്ന് പറയുന്ന 5 Eyes'നകത്ത് വരുന്ന രാജ്യം അറിയാമല്ലോ. ഈ നമ്മുടെ 5 Eyes എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് ഏജൻസി ഉണ്ടല്ലോ, ഈ അമേരിക്ക ഉണ്ട്, അതിനകത്ത് ന്യൂസിലൻഡ് ഉണ്ട്, കാനഡയുണ്ട്, ബ്രിട്ടൻ ഉണ്ട്, ആസ്ട്രേലിയ ഉണ്ട്, അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ യൂറോപ്യൻസ്, അപ്പം ഈ ഭാഗം ആസ്ട്രേലിയയിലുണ്ട്, ആസ്ട്രേലിയ കൂടുതലായിട്ടുണ്ട്. അതുപോലെ അമേരിക്കയിലുണ്ട്, UN-ലുണ്ട്, US-ലുണ്ട്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഈ നൃത്തം അത് ഭയങ്കര എനർജറ്റിക് കണ്ടല്ലായിരുന്നു. അത് കാണണ്ട, പ്രേക്ഷകർ കാണുമ്പോൾ മനസ്സിലാവും, എനർജറ്റിക്കാണ്. കാരണം ആ ചടുലമായ നീക്കം, സൗണ്ട്, മുഖഭാവം, ഇത് ഇവർ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഇവരുടെ ഒരു ഈ ഗോത്രവർഗത്തിൻ്റെ ഒരു വിശ്വാസമാണ്, യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഈ നൃത്തം
അവർ കളിച്ചതിന് ശേഷമാണ് യുദ്ധത്തിന് ഇറങ്ങുക. എന്നാലേ യുദ്ധം ജയിക്കത്തുള്ളൂ, യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ്. അതുപോലെ ഇവർ കളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ കായികപരമായിട്ട്, അതായത് ഈ നൃത്തച്ചുവടുകൾ ശീലിച്ച്, അതായത് ആ നൃത്തച്ചുവടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കളിച്ച് കഴിയുമ്പോൾ തന്നെ അവനങ്ങ് എനർജറ്റിക് ആവും. അതേ രീതിയിലാണ് അതിൻ്റെ ഒരു നമ്മൾ നമ്മുടെ നമ്മുടെ സംസ്കാരം അനുസരിച്ച് ചില മന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഓം എന്ന് പറയുന്ന മന്ത്രം. അതുപോലെ ഇതിനകത്ത് ക്രിസ്ത്യാനികൾക്കകത്ത് ഈ പറയുന്നില്ലയോ ഒരു ഇത് പറയുന്നുണ്ട്, എൻ്റെ എന്തോ സ്തോത്രം സ്തോത്രം സ്തോത്രം. അത് നിങ്ങൾ കണ്ടിന്യൂസ് പറഞ്ഞു കഴിയുമ്പോൾ അതിന് വേറെ തരംഗ സ്വഭാവം ഉണ്ട് അതിന്. അതുപോലെ ഈ പറയുന്ന എല്ലാത്തിനകത്തും ആ രീതിയിൽ കണ്ട് ഇതിനകത്ത് ഈ ഒരു വൈബ്രേഷൻ, അത് ഇവർ നൃത്തച്ചുവടുകളും ഇവർ വലിയ കരുത്തരുമാണ്. ഇപ്പം ഈ പണ്ടത്തെ കൂട്ടല്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഒക്കെ വൃത്തിയായിട്ട് അതൊക്കെ അവർ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും അപ്പോൾ ആ രീതിയിലേക്ക് അവരും എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഇപ്പോൾ ഇത് യോജിക്കാനും സംഘടിക്കാനും അവർ സംഘടന ഭയങ്കര യോജിപ്പുള്ളവരാണ് കേട്ടോ, ഈ ഗോത്രവിഭാഗമാണല്ലോ. അപ്പോൾ അത് അവർക്കൊരു ന്യൂസിലൻഡിലെ ഇപ്പം യൂറോപ്യൻസിന് അല്ലെങ്കിൽ കൈയടക്കി വെച്ചേക്കുന്ന അവർക്കൊരു ഇതായിട്ട് മാറി. ഇതിനോടനുബന്ധിച്ച് ഇവരെ പാർലമെൻറ്റിലെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഇവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം തിരിച്ചെടുക്കും. സസ്പെൻഷൻ നമ്മുടെ പാർലമെൻറ്റിലൊക്കെ കണ്ടിട്ടില്ലേ, തിരിച്ചെടുക്കും. പക്ഷേ അതിനോടനുബന്ധിച്ച് അവിടെ നിരന്തരമായിട്ട് ഇപ്പോൾ പ്രകടനവും പ്രതിഷേധങ്ങളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതായത് ബ്രിട്ടീഷ് ക്രൗൺ മാവോരി ഉടമ്പടിയാണ് അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇവർ 13-ാം നൂറ്റാണ്ടിലാണ് അവിടെ കയറിയത്, കുടിയേറിയവർ. അവരെയൊക്കെ മറിച്ചിട്ടുകൊണ്ടാണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാരവിടെ പിന്നെ കച്ചവടത്തിന് വന്ന് ഈ അവിടെ മേൽക്കോയ്മ ഉണ്ടാക്കി ഈ പോകുന്നൊരവസ്ഥ വന്നത്. ഇംഗ്ലീഷ് ഭാഷയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഈ സംസാര ഭാഷയായിട്ടുള്ളത്. അപ്പം ഇതിപ്പം ലോകത്തുടനീളം, അതായത് ഇതിപ്പം ഈ നൃത്തച്ചുവടുകൾ അല്ലെങ്കിൽ ഈ പാർലമെൻറ്റിലെ ഈ വിഷയം ലോകത്തുടനീളം ചർച്ചയാണ്. ഈ പെൺകുട്ടി ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വയസ്സുണ്ട്? 22 വയസ്സേ ഉള്ളൂ. ഇതിന് ആദ്യമേ ഈ പെൺകുട്ടി ആ പാർലമെൻറ്റിൽ വന്നപ്പോൾ തന്നെ ഒരു പ്രസംഗം നടത്തിയപ്പോൾ തന്നെ ഈ നൃത്തച്ചുവടുകൾ വെച്ചാണ് പ്രസംഗം. അന്ന് ഇത്രയും വൈറലായില്ലെങ്കിലും അന്ന് ചർച്ചയായതാണ്. അന്ന് ആദ്യത്തെ കന്നി പ്രസംഗത്തിൽ ഈ നൃത്തച്ചുവടുകൾ കൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കും, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും. മനസ്സിലായിട്ട് അന്ന് അവർ പറഞ്ഞ ആ പ്രസംഗത്തിലെ പ്രസക്തമായ ഭാഗത്ത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കും, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും എന്ന് വെച്ചാൽ ജോൺ കണ്ടല്ലോ, അത് പ്രത്യേക ഒരു ഭാഷയാണ്, ആ ഭാഷയിൽ കൂടി പറയുന്നതാണ്. അതിന് ശേഷമാണിത് ഈ ബാക്കിയുള്ള രീതിയിലേക്ക് വരുമ്പോഴും അവർ ഈ നൃത്തച്ചുവടിലേക്ക് പോകുന്നതും അത് ഏറ്റെടുക്കുന്നതും അത് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും, അല്ലെങ്കിൽ കണ്ണായാലും ഫേസ് ആയാലും കൈകാലുകളായാലും ശരീരത്തിൻ്റെ ചൂട്, കാലുകളുടെ ചൂടും ശരീരത്തിൻ്റെ ചലനങ്ങളും പിന്നെ എല്ലാം കൊണ്ടും അതൊരു ഭംഗിയായ രീതിയാണ്. പ്രത്യേക രീതിയിലാണത്. പരിശീലിക്കാതെ അത്തരത്തിലൊരു നൃത്തം ചെയ്യാൻ പറ്റത്തില്ല. ഒരുപക്ഷെ അവർ ഈ ഗോത്രവിഭാഗം അവരെല്ലാവരും ഈ നൃത്തം പരിശീലിക്കുന്നുണ്ടാവും, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ രീതിയിലേക്ക് ഇത് വളരെ ചർച്ചയായിട്ടുണ്ട്. നമ്മുടെ പാർലമെൻറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല. പാർലമെൻറ്റിൽ ഇരുന്ന് ഉറങ്ങുന്നവരുണ്ട്, പാർലമെൻറ്റിൽ ചർച്ചകളൊന്നുമില്ല. പാർലമെൻറ്റിൽ ഉറങ്ങുന്നവരുണ്ട്, പിന്നെ പാർലമെൻറ്റിൽ വേറെ രീതിയിലുണ്ട്. പിന്നെ നിയമസഭയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, മുണ്ടും മടക്കി കുത്തി ബെഞ്ചിൻ്റെ മണ്ടയ്ക്കൂടെ നടക്കുന്നവരുണ്ട്, ഈ കമ്പ്യൂട്ടർ തല്ലി പൊട്ടിക്കുന്നവരുണ്ട്, മറ്റ് പ്രാകൃതമായ രീതിയിലൊക്കെ പല പ്രതിഷേധങ്ങളും നമ്മുടെ ലോകസഭയിലും നിയമസഭയിലും ഒക്കെ ഉണ്ട്. ഇപ്പം കാശ്മീരിൽ തന്നെ ഇപ്പം നിയമസഭ തുടങ്ങി അന്ന് തൊട്ട് പ്രശ്നമാണ്, മനസ്സിലായില്ലേ? ഒരു വിഭാഗത്തിനെ നിയമസഭയിൽ നിന്നും പുറത്താക്കാതെ നിയമസഭ നടത്താൻ പറ്റാതെ, അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം നിന്നുകൊണ്ട് ചില കടുത്ത നിയമങ്ങൾ പാസ്സാക്കുന്നതിനേക്കുള്ള സമരങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഏതായാലും നമ്മുടെ ഈ ജനപ്രതിനിധികളൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ പ്രതിഷേധം ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നതും, അല്ലെങ്കിൽ ആ ഒരു ചെറിയ പ്രതിഷേധമാണെങ്കിൽ പോലും ആ പ്രതിഷേധം ജനങ്ങളിലെത്തിക്കുന്നതിനും കണ്ടെത്തുന്ന രീതികൾ, അല്ലെങ്കിൽ ഇതിപ്പോൾ ജനങ്ങളിലെത്തിക്കുന്നതിന് ആ സ്ത്രീ കണ്ടെത്തിയ രീതി എന്ന് പറഞ്ഞാൽ ആദിവാസി ഗോത്ര വിഭാഗത്തിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ അവരേറ്റവും വിശേഷാൽ കാണുന്ന ഒരു സാധനം, അല്ലെങ്കിൽ അവരേറ്റവും പവിത്രമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു സാധനം ആ നൃത്തച്ചുവടുകൾ. അല്ലെങ്കിൽ അവരുടെ അവരുടെ ജീവിത ശൈലിയിൽ ഈ നൃത്തച്ചുവടുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കെല്ലാം മുമ്പേ ഈ നൃത്തച്ചുവട്, നമ്മളെ ഓരോന്നിന് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് ഈ നൃത്തച്ചുവടുകൾ ഏറ്റെടുക്കുന്നു. ആ നൃത്തച്ചുവടുകളുടെ പ്രാധാന്യവും അല്ലെങ്കിൽ ആ ആദിവാസി ഗോത്ര വിഭാഗത്തിൻ്റെ പ്രാധാന്യവും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഭൂമിയും അവരുടെ സംസ്കാരവും അവരുടെ ജീവിത രീതിയും ഒക്കെ സംരക്ഷിക്കുന്നതിന് എത്രത്തോളം പ്രാധാന്യം അവർ കൊടുക്കുന്നു എന്നുള്ളത് കാണിക്കുന്നതിന് വളരെ കൃത്യമായിട്ട്
ആ 22കാരിക്ക് സാധിച്ചു. കാരണം അവരുടെ വിഭാഗത്തിൽ നിന്ന് വന്നതാണ്. പാർലമെൻറ്റിൽ അത് വേണമെങ്കിൽ അവർക്ക് ആ ബില്ലെടുത്ത് വെച്ചിട്ട് വലിച്ചു കീറിയിട്ട് അല്ലെങ്കിൽ ഈ വലിച്ചു കീറുന്നതിനുള്ള കാരണങ്ങൾ ഇന്നതിൽ നിന്നാന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിഷേധം അല്ല അവരുടെ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്താം. പക്ഷേ അത് അന്നേരം എല്ലാവരും രേഖപ്പെടുത്തുന്ന പോലെ ഒരു പ്രതിഷേധമേ ആവത്തുള്ളൂ. പക്ഷേ ഇത് വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി സംസാരിക്കുന്നു, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ലെങ്കിൽ അവരേറ്റവും പ്രാധാന്യമായിട്ട് കാണുന്നത് അതിനകത്ത് അവരുടെ ഇപ്പം അവരുടെ വസ്തു അല്ലെങ്കിൽ അവരുടെ സംസ്കാരം, അവരുടെ ജീവിത രീതി, ഇതിനൊക്കെ കോട്ടം വരുന്നത് അല്ലെങ്കിൽ ഈ അവർക്ക് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചു വാങ്ങിയപ്പോൾ അന്ന് കൊടുത്തിരുന്ന ഒരു കരാർ, ആ കരാറിന് ലംഘനം വരുന്ന രീതിയിലേക്കുള്ള പുതിയ ബില്ലുമായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഈ പരിഗണനകളൊക്കെ ബാക്കിയുള്ളവർക്ക് കൂടി കൊടുക്കുന്ന രീതിയിലേക്കാണ് വരുന്നത്. അപ്പോൾ നടക്കത്തില്ല. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പരിഗണന എന്തിനു വേണ്ടിയാണെന്നുള്ളത് ആ പാർലമെൻറ്റിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിനും ആ പാർലമെൻറ്റിൽ ആ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരത് ഏറ്റെടുക്കുന്നതിനും അത് ലോകത്ത് മൊത്തം ചർച്ചയാവുന്നതിനും ഒക്കെ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല പ്രതിഷേധമാണ്. അത് കണ്ടാൽ ആ പ്രതിഷേധം കണ്ടാൽ ആരും നോക്കിയിരുന്നു പോവും. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. പ്രതിഷേധിക്കട്ടെ. അപ്പം അതൊരു നല്ല ഒരു പ്രതിഷേധമായിട്ട് നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജനപ്രതിനിധികളും അല്ലെങ്കിൽ പൊതുപ്രവർത്തകരൊക്കെ ഇത്തരത്തിൽ അവരുടെ വിഷയങ്ങൾ ഈ ജനം ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.